നോഹയുടെ പെട്ടകത്തിന്റെ കഥ. വളരെക്കാലം മുമ്പ് ലോകം വളരെ മോശമായ ഒരു സ്ഥലമായി മാറിയിരുന്നു. ആളുകൾ ദയയില്ലാത്തവരായിരുന്നു, അവർ ദൈവത്തെക്കുറിച്ച് മറന്നു. എന്നാൽ നോഹ എന്നൊരാൾ നല്ലവനും വിശ്വസ്തനുമായിരുന്നു. ഒരു ദിവസം ദൈവം നോഹയോട് പറഞ്ഞു, ഭൂമിയെ വൃത്തിയാക്കാൻ ഞാൻ ഒരു വലിയ വെള്ളപ്പൊക്കം അയക്കാൻ പോകുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാ മൃഗങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരു വലിയ വള്ളം, ഒരു പെട്ടകം നിർമ്മിക്കുക. നോഹയും കുടുംബവും വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തു. ദൈവം പറഞ്ഞ രീതിയിൽ പെട്ടകം നിർമ്മിച്ചു. ആളുകൾ അവരെ നോക്കി ചിരിച്ചു, പക്ഷേ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. പെട്ടകം തയ്യാറായപ്പോൾ മൃഗങ്ങൾ ജോഡികളായി വന്നു: സിംഹങ്ങൾ, ആനകൾ, പക്ഷികൾ, പ്രാണികൾ, എല്ലാത്തരം. നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. 40 പകലും 40 രാത്രിയും മഴ പെയ്തു. വെള്ളം മുഴുവൻ ഭൂമിയെ മൂടി, പക്ഷേ നോഹയുടെ പെട്ടകം സുരക്ഷിതമായി പൊങ്ങിനിന്നു. മാസങ്ങൾക്ക് ശേഷം വെള്ളം താഴാൻ തുടങ്ങി. പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. നോഹ ഒരു പ്രാവിനെ അയച്ചു, അത് ഒരു ഒലിവ് ഇലയുമായി തിരിച്ചുവന്നു. പെട്ടകത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുകടക്കാൻ ദൈവം നോഹയോട് പറഞ്ഞു. എല്ലാ മൃഗങ്ങളും നോഹയുടെ കുടുംബവും വൃത്തിയുള്ളതും പുതിയതുമായ ഒരു ലോകത്തിലേക്ക് കാലെടുത്തുവച്ചു. ദൈവത്തിന് നന്ദി പറയാൻ നോഹ ഒരു യാഗപീഠം പണിതു. ദൈവം വാഗ്ദാനമായി ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല് വച്ചു: ഇനി ഒരിക്കലും ഭൂമി മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുക